മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് VP ജോസഫ് അച്ഛൻ. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേസുകളിൽ ഉൾപ്പെട്ട് വീർപ്പുമുട്ടുകയാണ് ഷാജൻ സ്കറിയ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്: വ്യക്തിപരമായി എനിക്ക് മറുനാടൻ ദോഷമേ ചെയ്തിട്ടുള്ളൂ, എങ്കിലും മറുനാടൻ നിലനിൽക്കണം. മറുനാടൻ ഷാജൻ സ്കറിയയ്ക്ക് പിന്തുണയുമായി കൃപാസനം ജോസഫ് അച്ഛൻ. യേശുവിൻ്റെ വചനങ്ങൾ ശിരസ വഹിക്കുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ, അതാണ് കൃപാസനം ജോസഫ് അച്ഛൻ. കൃപാസനം എന്ന ധ്യാന കേന്ദ്രത്തിനെതിരെ പലതവണ ആഞ്ഞടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ സ്കറിയ. എന്നിട്ടും ജോസഫ് അച്ഛൻ പ്രതികരണവുമായോ പ്രസ്താവന കുറിപ്പുകളുമായോ വന്നിട്ടില്ല. യേശുവിൻ്റെ വചനങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് അച്ഛൻ. നിന്റെ വലതു ചെവി അടിക്കുന്നവനെ നിന്റെ ഇടതു ചെവി കൂടി കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ മിത്രമായി കണ്ട് സ്നേഹിക്കുക എന്നാണ് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. ജോസഫ് അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ രാജ്യത്ത് മൗലിക ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടന സംരക്ഷിക്കുന്നതിനും ഒരേ അർത്ഥമാണ് ഉള്ളതെങ്കിൽ അതിനെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെങ്കിൽ ആ വലുപ്പമുള്ള മാധ്യമ പ്രവർത്തനമാണ് മറുനാടനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ മറുനാടൻ എനിക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ. കൃപാസനം പോലെ ജനസഹസ്രങ്ങൾ അനുദിനം ആശ്രയിക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രത്തെ കരിവാരി തേക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും മുൻപന്തിയിൽ നിന്നത് മറുനാടനാണ്. എങ്കിലും അന്നും ഇന്നും മറുനാടനെതിരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ മീഡിയയിലോ മറ്റു വീഡിയോയിലോ വിശദീകരണ കുറിപ്പുമായി ഇറക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ പോലും ഞാൻ മറുനാടനെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ അത് സത്യത്തോടെ എവിടെയെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാർ ആണെന്ന് സുതാര്യവും സ്വതന്ത്രമായ സമീപനമാണ് എടുത്തത്. അപ്പോൾ മാധ്യമങ്ങളോട് സുതാര്യവും സ്വതന്ത്രവുമായ ഒരു സമീപനം എടുക്കുന്നത് സാംസ്കാരിക സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിൻ്റെയും ഒരു ഭാഗമാണ്. മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിൽ മറുനാടൻ പലപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മറുനാടനോട് യോജിക്കാതിരുന്ന പല വിഷയങ്ങൾ ഉണ്ടെങ്കിലും യോജിക്കുന്ന അതിനേക്കാൾ ഒത്തിരി വിഷയങ്ങൾ ഉള്ളത്. അവർ ഉയർത്തുന്ന വിഷയങ്ങൾ പലതും മറ്റു പല മാധ്യമങ്ങളും ഉയർത്താൻ മടിക്കുന്നതോ ഉയർത്തി കൊണ്ടുവരുന്നതിന് പകരം അങ്ങനെയുള്ള തമോ ശക്തികളോട് ഒത്തുതീർപ്പിന് വിധേയമാകുന്നതോ ആകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എല്ലാം സത്യത്തിൻ്റെ ഒരു മുഖം കാണിക്കുന്നത് പലപ്പോഴും മറുനാടനാണ്. ഞാൻ പലപ്പോഴും പല വീഡിയോകളും ശ്രദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചില വിഷയങ്ങൾ പറയേണ്ടതാണ്, പക്ഷേ പറയാൻ ആളില്ല. പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന അവസ്ഥയാണ്. പൂച്ചയ്ക്ക് മണി കെട്ടാൻ പറ്റുന്ന വിധം പല വാർത്തകളും ഇറക്കുന്നത് മറുനാടനാണ്. അത് നിഷേധിക്കാൻ നമ്മുടെ കേരള സമൂഹത്തിന് ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറുനാടൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പിശകുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് പക്ഷപാതമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള പല നടപടികളെ കണ്ണടച്ചു വെള്ളപൂച്ചുന്നത് പോലെ പല വിഫല ശ്രമങ്ങളെയും മറുനാടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരിയേറെ മുന്നേറ്റങ്ങൾ പല മേഖലകളിലും വിദേശ നയങ്ങളിലും ഉണ്ട്, അത് അംഗീകരിക്കുന്നതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജനവിരുദ്ധമായ നടപടികൾ ഉണ്ടാവുന്നത് ഇതിനെ മറുനാടൻ പലപ്പോഴും വെള്ളപൂശി കളയുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു പ്രളയവും 2 കോവിഡ് വർഷങ്ങളും പിന്നിട്ടപ്പോൾ നിർഭയത്തോടെ അതിനെ അതിജീവിക്കാൻ കേരള സമൂഹത്തിന് ഇച്ഛാശക്തി കൊടുത്ത അദ്ദേഹത്തിൻ്റെ നന്മകളെ പലപ്പോഴും മറന്നു കളയുന്ന പത്രപ്രവർത്തനമായി തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ മോദിയുടെ വലിയ നന്മകൾ പ്രകീർത്തിക്കുമ്പോൾ 50 കൊല്ലം കേന്ദ്രം ഭരിച്ച ജനാധിപത്യം എന്തെന്ന് ഇന്ത്യയെ മനസ്സിലാക്കി കൊടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ തിന്മയെ ഊതി കാണിക്കുന്നതും പത്രപ്രവർത്തനമായി എനിക്ക് തോന്നിയിട്ടില്ല.
മറുനാടന് പത്രപ്രവർത്തനത്തിൽ പുതിയ കാലം ദൈവം നൽകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തിരുത്താൻ അവസരം കൊടുക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. അത് ആർക്കായാലും തിരുത്താൻ അവസരം കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും വിഷയം കേൾക്കുമ്പോൾ തല്ലി കെടുത്തി കളയാൻ, അതുമല്ലെങ്കിൽ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ രാഷ്ട്രീയ ശ്രമങ്ങളെ നമ്മൾ പിന്തുണയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറുനാടനെ പോലെയുള്ള പല മാധ്യമങ്ങളും നിലനിൽക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ അവകാശമാണെന്നു കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മറുനാടന് ആശംസകൾ അർപ്പിക്കുന്നു എന്ന വാക്കോടെയാണ് ആ ഫേസ്ബുക്ക് പേജ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് ഈ വരികളിലൂടെയാണ് ജോസഫ് അച്ഛൻ നമുക്ക് കാണിച്ചു തരുന്നത്. പലപ്പോഴും മറുനാടൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷേപകരമായ പല പ്രസ്ഥാനങ്ങളും വീഡിയോകളും ഇറങ്ങിയിട്ട് പോലും ജോസഫ് അച്ഛൻ അതിനെ പ്രതികരിക്കാതെ അതെല്ലാം സമചിത്തത്തോടെ നേരിട്ട് മറുനാടന് ഒരു കഷ്ടകാലം വരുമ്പോൾ അതിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കാണിക്കുന്ന ആ സന്മനസ്സിനെ നമ്മൾ വിസ്മരിച്ചുകൂടാ. അതാണ് കൃപാസനം ജോസഫ് അച്ഛൻ.